പഹൽഗാമിൽ നിരപരാധികളായ 26 പേരെ ഭീകരവാദികൾ ക്രൂരമായി കൊന്നൊടുക്കിയപ്പോൾ വിധവകളായത് നമ്മുടെ സഹോദരിമാരാണ്. അതിന് പകരം ചോദിക്കണമെന്ന് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ചു. യുദ്ധം ആഗ്രഹിച്ചിട്ടല്ല ഇന്ത്യ തിരിച്ചടിച്ചത്. പാകിസ്ഥാനെതിരായ പോരാട്ടം ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. ഈ നാട്ടിൽ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും സിഖുകാരനും സ്വൈര്യമായി ജീവിക്കാൻ വേണ്ടിയായിരുന്നു. ഓരോ ഇന്ത്യക്കാരനും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. എന്നാൽ ചിലയിടങ്ങളിൽ നിന്ന് ഒറ്റതിരിഞ്ഞ തലതിരിഞ്ഞ വാക്കുകൾ കേട്ടു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളികൾ. ആ ദേശവിരുദ്ധർ വെറുക്കപ്പെട്ടവരാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരായ മലയാളി യുവാവിൻ്റെ ഫേസ്ബുക്കിലെ മുദ്രാവാക്യ പോസ്റ്റ് ഈ നാടിന് തന്നെ നാണക്കേടാണ്. ഇതോടൊപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട നടി മെറീന മൈക്കിളിൻ്റെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വിവാദമായിട്ടുണ്ട്. ഭീകരവാദത്തിന് മുന്നിൽ ഒരു രാജ്യസ്നേഹിക്കും തലകുനിക്കാൻ കഴിയുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് നമ്മൾ കാത്തിരുന്ന തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ തൊടാതെ ഭീകരതാവളങ്ങൾ തിരഞ്ഞുപിടിച്ച് തകർത്തായിരുന്നു ഇന്ത്യൻ നീക്കം. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊണ്ടപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ച ചില രാജ്യദ്രോഹികളും ഈ നാട്ടിലുണ്ട്. ഫേസ്ബുക്കിൽ പാക് അനുകൂല മുദ്രാവാക്യവും ഇന്ത്യ വിരുദ്ധ പോസ്റ്റുമിട്ടത് ഒരു മലയാളി യുവാവാണ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാനാണ് മലയാളിയായ റിജാസ് എം ഷീബ ആഹ്വാനം ചെയ്തത്. ഒടുവിൽ രാജ്യവിരുദ്ധ കുറ്റത്തിന് റിജാസ് പിടിയിലായിരിക്കുന്നു. ഇയാൾക്കൊപ്പം പെൺസുഹൃത്തിനെയും നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്ത മലയാളി യുവാവാണ് നാഗ്പൂർ പോലീസിന്റെ പിടിയിലായത്. ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനാണ് അറസ്റ്റിലായ റിജാസ് എം ഷീബ. നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഡൽഹിയിൽ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് റിജാസ് അറസ്റ്റിലാകുന്നത്. BNS 149, 192, 351, 353 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. റിജാസിന്റെ ഒപ്പമുണ്ടായിരുന്ന ഒരു വനിതാ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിന് കലാപാഹ്വാനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് റിജാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തെന്നും കേസുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് റിജാസിനെയും പെൺ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത്. സുഹൃത്ത് ബീഹാർ സ്വദേശി ഇഷയെ വിട്ടയച്ചു. കൊച്ചിയിൽ നടന്ന കാശ്മീരി ആകുന്നത് കുറ്റകരമല്ല എന്ന പരിപാടിയിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ ഏതാനും ദിവസം മുമ്പ് കേസെടുത്തിരുന്നു. കേരള സർവകലാശാലയിൽ പഠിച്ച റിജാസ് കേരളം ആസ്ഥാനമായുള്ള വാർത്താ പ്ലാറ്റ്ഫോമായ മക്തൂബിലും കൗണ്ടർ കറൻസിലും സ്ഥിരമായി എഴുതുന്നയാളാണ്. പോലീസ് അതിക്രമങ്ങളും ജയിലുകളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ജയിലിൽ അടയ്ക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വരികയായിരുന്നു റിജാസ്. കേന്ദ്ര സർക്കാർ UAPA പ്രകാരം നിരോധിച്ച CPI മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് റിജാസ് എന്നാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നും റിജാസ് ചോദിച്ചതായും FIR-ൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടെന്നാരോപിച്ച് വീടുകൾ പൊളിച്ചു മാറ്റിയതിനെതിരെ നടത്തിയ പ്രതിഷേധത്തിലും ഇയാൾ പങ്കെടുത്തു. വീടുകൾ പൊളിച്ചു മാറ്റുന്നത് സമീപകാല സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നാണ് റിജാസിന്റെ പക്ഷം. കോടതിയിൽ ഹാജരാക്കിയ റിജാസിനെ മെയ് 13 വരെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഡൽഹി. എനിക്ക് പാകിസ്ഥാനിലും കശ്മീരിലും സുഹൃത്തുക്കളുണ്ട്. ഇവിടെ 10 പേരെ കൊന്നു, അവിടെയും 10 പേരെ കൊന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ? അതെനിക്കറിയില്ല. യുവനടി മെറീന മൈക്കിളിൻ്റെ ഈ വാക്കുകൾ വലിയ വിവാദമായിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിനിടെ ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് യുദ്ധത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് നടി പുലിവാലി പിടിച്ചിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി മെറീന തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. തൃപ്രയാറിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് നടിയോട് അഭിപ്രായം ചോദിച്ചത്. അപ്പോഴുള്ള നടിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു:
ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല. എനിക്കൊരുപാട് പാകിസ്ഥാനി കശ്മീരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആണ്, നല്ല സുഹൃത്തുക്കളാണ്, നല്ല മനുഷ്യന്മാരാണ്. മൊത്തത്തിൽ ഒരു രാജ്യത്തോടൊരു എതിർപ്പുള്ളത് പോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് എന്നായിരുന്നു നടിയുടെ പ്രതികരണം. പിന്നാലെ നടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഞാനും വായിച്ചു, നമ്മളവിടെ ക്യാമ്പിലെന്തോ ടെററിസ്റ്റ് ക്യാമ്പിലെന്തോ തിരിച്ച് ഫയർ ചെയ്തു. പക്ഷെ പൊതുവെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ 10 പേരെ കൊന്നിട്ട് അവിടെ പോയി 10 പേരെ കൊല്ലുന്നതിൽ എനിക്ക് അറിയില്ല അത് റൈറ്റ് ആണോ എന്നുള്ളത്. എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സംസാരിച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുക എന്നുള്ളതാണ്. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്ന് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈകുന്നേരം പോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴിതാ തന്റെ വാക്കുകൾ വിമർശനത്തിനിടയാക്കാൻ കാരണമായെങ്കിൽ അതിന് പിന്നിൽ ചില ക്ലാരിറ്റി കുറവുകളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് മറീന. ഇവിടെ 10 പേരെ കൊന്ന് അവിടെ 10 പേരെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് സിവിലിയൻസിനെയാണ്. അപ്പോൾ ചിലർ പറയുന്നു അവിടെ 10 പേരെ കൊന്നത് ടെററിസ്റ്റുകളെ അല്ലേ എന്ന്. അതെ, ടെററിസ്റ്റിനെയാണ്. ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയല്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ 3 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. 1, ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. 2, ചെയ്തത് മോശമാണെന്നും ഞാൻ ഇന്ത്യക്കെതിരാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. 3-മത്തേത്, എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അവരുടെ മതവും രാജ്യവും ഒന്നും നോക്കിയല്ല സംസാരിക്കുന്നത്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സാധനമാണ്. നമ്മുടെ രാജ്യം തിരിച്ചറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ രാജ്യം പവർഫുൾ ആണെന്ന് മറ്റു രാജ്യങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. യുദ്ധം അത്ര ഈസി അല്ല എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ നടി പറഞ്ഞു വെക്കുന്നത്. ഞാൻ ടെററിസ്റ്റുകളെ കൊന്നത് മോശമായി എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ രാജ്യം തിരിച്ച് അറ്റാക്ക് ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ബാക്കിയുള്ള കൺട്രീസിനാണെങ്കിലും നമ്മളുടെ രാജ്യം പവർഫുൾ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതും ഭയങ്കര എവിഡന്റ് ആണ്. ബട്ട് വാട്ട് ഐ എം ആസ്കിങ് ഇസ്, ഇപ്പൊ നമ്മൾ അവിടേക്ക് അവരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞു. ഇനി അവർ നമ്മളുടെ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സിവിലിയൻസ് ആണ് ഉണ്ടാവുന്നത്. അവർ നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിവിലിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇന്നലെ തന്നെ ഷെൽ അറ്റാക്കിൽ 2 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രാജ്യം തുടർന്ന് വാറിലേക്ക് പോകുന്ന സമയത്തിനനുസരിച്ച് കാഷ്വാലിറ്റീസ് അധികമാവും. അപ്പം അത് സമാധാനപരമായിട്ട് നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. നമ്മൾ രാജ്യം ഇനി യുദ്ധത്തിലേക്ക് പോകരുത്. യുദ്ധം അത്ര ഈസി അല്ല നമ്മൾ പറയുന്ന പോലെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് നടിയുടെ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു വിശദീകരണം. ന്യൂസ് 18 കൊച്ചി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം ഈ നാടിൻ്റെ സ്വത്താണ്. അത് കാത്തി സൂക്ഷിക്കാൻ തോക്കുധാരികളായ സ്ഥിരം കാവൽക്കാരുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പുറത്തുമെല്ലാം CCTV ക്യാമറകളുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ക്ഷേത്രത്തിലെ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം കാണാതായത്? അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവൻ സ്വർണം മോഷ്ടിച്ചതായി പരാതി. ശ്രീകോവിലിൽ പൂശാനായി സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കളവ് പോയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദമായ അന്വേഷണം തുടങ്ങിയതായും ഫോർട്ട് പോലീസ് അറിയിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 107 ഗ്രാം സ്വർണം മോഷണം പോയതായാണ് പരാതി. ശ്രീകോവിലിൽ പൂശാനായി സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് മോഷണം പോയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം ഉണ്ടായതെന്നാണ് നിഗമനം. അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള സ്ഥലത്ത് നിന്നാണ് സ്വർണം കാണാതായിരിക്കുന്നത്. ലോക്കറിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സ്വർണം തൂക്കി നൽകുകയും തിരികെ വയ്ക്കുകയും ചെയ്യുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു. സ്ഥിരമായി നടത്തുന്ന ഓഡിറ്റിലാണ് സ്വർണം കുറവുണ്ടായിരിക്കുന്നത്. ഫോർട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൽ എങ്ങനെ കുറവ് സംഭവിച്ചു എന്നതിലാണ് ദുരൂഹത. സ്വർണത്തിന്റെ ഓഡിറ്റിംഗിൽ വന്ന പിശകായിരിക്കാമെന്നും കരുതുന്നുണ്ട്. പോലീസ് എത്തി കൂടുതൽ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും നടത്തുന്നുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പുറത്തുമെല്ലാം CCTV ക്യാമറകളുമുണ്ട്. എന്നിട്ടും ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം കാണാതായത് ജീവനക്കാർക്ക് അറിവില്ലാത്ത കാര്യമാണോ എന്നതാണ് സംശയം. ക്ഷേത്രത്തിനുള്ളിലെ 6 നിലവറകളിലായി ആയിരക്കണക്കിന് കോടി വില വരുന്ന അമൂല്യ നിധിശേഖരമാണുള്ളത്. രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായും മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രത്നവുമൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 2011 സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒന്നൊഴികെയുള്ള അറകൾ തുറക്കുകയുണ്ടായി.
750 കിലോ സ്വർണ്ണ നാണയങ്ങൾ, ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച കിരീടം, രത്നം പൊതിഞ്ഞ ചതുർബാഹി അങ്കി, 1.5 അടിയിലേറെ വലിപ്പമുള്ള 1500 സ്വർണ്ണ കലശക്കുടങ്ങൾ, സ്വർണ്ണമണികൾ, ഇവ കൂടാതെ 42,000 വിശുദ്ധ വസ്തുക്കൾ തുടങ്ങി കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും അടങ്ങുന്ന നിധിശേഖരമാണ് കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട അറ ബി നിലവറയാണ്. മറ്ററകളിൽ ഉള്ളതിനേക്കാൾ അമൂല്യമായ നിധിശേഖരം ബി നിലവറയിൽ ഒളിഞ്ഞിരിക്കുന്നു. ബി നിലവറയുടെ അമൂല്യ നിധിക്ക് കാവൽക്കാരായി നാഗങ്ങളുടെ ചൈതന്യമുണ്ടെന്നും ഈ നിലവറ തുറക്കാൻ പാടില്ലെന്നുമാണ് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത്. ബി നിലവറ തുറക്കാൻ പാടില്ലെന്നാണ് വിശ്വാസമെങ്കിലും അതിനു മുന്നിൽ അതിലേക്ക് നയിക്കുന്ന ഒരു അറയുണ്ട്. ഈ അറയിൽ വെള്ളിക്കട്ടികൾ, വെള്ളിക്കുടങ്ങൾ ഉൾപ്പെടെ പല അമൂല്യ വസ്തുക്കളും സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയം 1931 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഈ അറ തുറന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു സിനിമാ താരമോ സെലിബ്രിറ്റിയോ ലഹരി ഉപയോഗിച്ചാൽ അത് ഈ നാട്ടിലെ ഒട്ടേറെ ചെറുപ്പക്കാരെ സ്വാധീനിക്കാറുണ്ട്. നടീനടന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്താണ് പ്രശ്നമെന്നാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ ലഹരിയുടെ അപകടം തിരിച്ചറിയണമെങ്കിൽ നടൻ ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ചാൽ മതി. അയാളിപ്പോൾ ഡി അഡിക്ഷൻ സെന്ററിലുണ്ട്. ഒപ്പം നിരവധി കേസുകളും. മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചതോടെ പോലീസിനും എക്സൈസിനും പുറമെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും രംഗത്തെത്തിയിരിക്കുന്നു. ലഹരിക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് സിനിമാ സംഘടനകളുമായുള്ള യോഗത്തിൽ NCB വ്യക്തമാക്കി. പോലീസും എക്സൈസും ഇടപെടുന്നത് പോലെ ആവില്ല. കുറഞ്ഞ അളവേ ഉള്ളൂ. ഊരിപ്പോരാം എന്നൊന്നും കരുതുകയും വേണ്ട. ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തുകൊള്ളാം, നിങ്ങൾ സഹകരിച്ചാൽ മതി. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച് വിളിച്ചു ചേർത്ത സിനിമാ സംഘടനകളുടെ യോഗത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഉദ്യോഗസ്ഥർ നൽകിയ മുന്നറിയിപ്പാണിത്. രാജ്യവ്യാപകമായി സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണെന്നും കേന്ദ്ര ഏജൻസി വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിലും തങ്ങളുടെ ഇടപെടൽ ഉണ്ടാവുമെന്നും അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫിലിം ചേംബർ, മാക്ട സംഘടനകളുടെ ഭാരവാഹികളോട് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം ഉണ്ടാകില്ലെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണമെന്ന കാര്യവും NCB മുന്നോട്ട് വച്ചു. സിനിമാ സെറ്റുകളിൽ നിന്ന് ലഹരി ഉപയോഗം ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സംഘടനാ ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി. മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് NCB ഉദ്യോഗസ്ഥർ പറഞ്ഞു. എക്സൈസും പോലീസും പിടിക്കുന്നത് പോലെ ആവില്ല തങ്ങൾ കേസെടുക്കുക. എത്ര ചെറിയ അളവിൽ ലഹരി പിടിച്ചാലും പ്രത്യാഘാതം ശക്തമായിരിക്കും. അത്തരം സാഹചര്യം ഒഴിവാക്കാൻ സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ സഹകരിക്കണം. NCB ഇടപെട്ട് കേസെടുത്താൽ അത് മലയാള ചലച്ചിത്ര മേഖലയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചേക്കാമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിവരം നൽകാൻ ഷൂട്ടിംഗ് സെറ്റുകളിൽ NCBയുടെ നമ്പർ പ്രദർശിപ്പിക്കണമെന്ന കാര്യവും യോഗത്തിൽ ചർച്ചയായി. നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് ഫെഫ്ക എക്സൈസുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളെ NCB ചർച്ചയ്ക്ക് വിളിച്ചത്. ന്യൂസ് 18 കൊച്ചി. ലഹരി കേസുകളിലെ പ്രതികൾക്ക് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് മുങ്ങാൻ വല്ലാത്തൊരു വിരുദാണ്. ചിലർ പോലീസിനെ ആക്രമിച്ചാകും രക്ഷപ്പെടുക. എന്നാൽ മലപ്പുറം നിലമ്പൂരിൽ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോഴാണ് മമ്പാട് സ്വദേശി റിയാസ് ഓടി രക്ഷപ്പെട്ടത്. 310 ഗ്രാം മെത്തഫെറ്റമിൻ പിടികൂടിയ കേസിലെ പ്രതിയാണ് റിയാസ്. സഹോദരന്റെ മകനൊപ്പം ലഹരി കടത്തിക്കൊണ്ടുവരുമ്പോഴാണ് രണ്ടുപേരും കസ്റ്റഡിയിലായത്. അതിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച റിയാസിനെ നിലമ്പൂർ പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് റിയാസ് ബാബു ഓടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. വാഹന പരിശോധനയ്ക്കിടെയാണ് സഹോദരന്റെ മകനായ മുഹമ്മദ് ഷിബിലിന്റെ കൂടെ
റിയാസ് ബാബുവിനെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 310 ഗ്രാം മെത്താഫിറ്റമിനും പിടിച്ചിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനിടെയാണ് കസ്റ്റഡിയിൽ നിന്നും റിയാസ് ബാബു രക്ഷപ്പെട്ടത്. ഏറെ വൈകാതെ റിയാസ് ബാബുവിനെയും പോലീസ് പിടികൂടി. പിടിച്ചെടുത്ത മെത്താഫിറ്റമിൻ റിയാസ് ബാബു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മണൽക്കടത്ത് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം മെത്താഫിറ്റമിൻ പിടികൂടുന്നത് ആദ്യമായാണ്. വിപണിയിൽ ഏകദേശം 10 ലക്ഷം രൂപ വിലമതിക്കുന്ന മെത്താഫിറ്റമിനാണ് നിലമ്പൂർ പോലീസ് പിടികൂടിയത്. നിലമ്പൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം, സുനിൽ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കൊല്ലം ഓയൂർ സ്വദേശി ജമാൽ നാട്ടിലെ മികച്ച കർഷകനാണ്. ഇയാളുടെ വീട്ടുവളപ്പിൽ ഒട്ടേറെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ ജമാൽ കഞ്ചാവ് ചെടിയും വളർത്തിയിരുന്നു. ഈ കഞ്ചാവ് കൃഷിയെക്കുറിച്ച് പോലീസിന് രഹസ്യവിവരം ലഭിച്ചതോടെ ജമാലിന് പിടിവീണു. ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ലഹരി കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീട് കർഷകനായി ജീവിക്കാൻ തീരുമാനിച്ചെങ്കിലും കൂടുതൽ വരുമാനത്തിനായി പഴയ പണിയിലേക്ക് തിരിയുകയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായിരുന്നു ജമാലുദ്ദീൻ. എന്നാൽ എല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞു വരവെയാണ് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് കഞ്ചാവ് ചെടി പിടികൂടുന്നത്. കഞ്ചാവ് വിൽപ്പന ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. പൂയപ്പള്ളി SI രജനീഷ് മാധവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചെടി പിടികൂടുകയായിരുന്നു. $160 സെന്റിമീറ്റർ ഉയരത്തിൽ വരെയാണ് ജമാലുദ്ദീൻ കഞ്ചാവ് ചെടി വളർത്തിയെടുത്തത്. കൊട്ടാരക്കര ഡിവൈഎസ്പി ബൈജുകുമാറിന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ പോലീസ് കഞ്ചാവ് ചെടിയും പ്രതിയെയും കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് കുഴൽപ്പണക്കടത്ത് വീണ്ടും സജീവമാവുകയാണ്. കൊണ്ടോട്ടിയിൽ 1,91 ലക്ഷം രൂപയുടെ കുഴൽപ്പണം പോലീസ് പിടികൂടി. മങ്കട സ്വദേശി ആരിഫ്, മുണ്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് ഹനീഫ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത തുകയുടെ ഉറവിടത്തെക്കുറിച്ചും ഇതെവിടേക്ക് എത്തിക്കാനാണ് കൊണ്ടുവന്നതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബംഗളൂരുവിൽ നിന്ന് മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന 1,91,48,000 രൂപയുമായിട്ടാണ് രണ്ടുപേരെ കൊണ്ടോട്ടി പോലീസ് പിടികൂടിയത്. മലപ്പുറം മങ്കട പനങ്ങാങ്ങര സ്വദേശി പൂളക്കൽ തസ്ലീം ആരിഫ്, മലപ്പുറം മുണ്ടുപറമ്പ് വടക്കീടൻ മുഹമ്മദ് ഹനീഫ എന്നിവരാണ് പിടിയിലായത്. കൊണ്ടോട്ടി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ സീറ്റിനോട് ചേർന്ന് നിർമ്മിച്ച 3 രഹസ്യ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. രേഖകളില്ലാത്ത പണമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. പിടിച്ചെടുത്ത പണവും വാഹനവും കോടതിക്ക് കൈമാറുമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. വൻ തുകയുടെ ഉറവിടത്തെക്കുറിച്ചും ഇത് എവിടേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മലപ്പുറം കേന്ദ്രീകരിച്ച് കുഴൽപ്പണ ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ ഭാഗമായി പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത്ര വലിയ തുകയുമായി രണ്ടുപേർ പിടിയിലാകുന്നത്. ന്യൂസ് 18 മലപ്പുറം. സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന പെൺകുട്ടികളെ കുറിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ ധീരമായ നിലപാടെടുക്കുന്ന മക്കളെ മാതാപിതാക്കളും ചേർത്ത് നിർത്തും. ഇവിടെ ആലപ്പുഴയിൽ വിവാഹത്തിന് സ്വർണത്തിനൊപ്പം മുക്കുപണ്ടവും അണിയണമെന്ന് വധുവിന് ആഗ്രഹം തോന്നി.
എന്നാൽ ഇത് വരൻ്റെ വീട്ടുകാർ എതിർത്തത് വലിയ തർക്കത്തിനാണ് വഴിവെച്ചത്. ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിട്ടും വധുവും വീട്ടുകാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് പെൺകുട്ടിയും ബന്ധുക്കളും തീരുമാനിക്കുന്നു. 2 വർഷം മുൻപ് ഉറപ്പിച്ച ബന്ധമാണ് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ 2 വഴിക്കായത്. $15 പവൻ ആഭരണങ്ങൾക്ക് പുറമെ ഇമിറ്റേഷൻ ആഭരണങ്ങളും അണിയിക്കുമെന്ന് വരന്റെ കുടുംബത്തെ വധുവിന്റെ അമ്മ അറിയിച്ചിരുന്നു. എന്നാൽ കല്യാണത്തിന് മുൻപ് നടക്കുന്ന ഹൽദി ചടങ്ങിൽ വെച്ച് മുക്കുപണ്ടം അണിയിച്ച് കല്യാണം വേണ്ടെന്ന തരത്തിൽ വരന്റെ വീട്ടുകാർ സംസാരിച്ചുവെന്നാണ് ആരോപണം. ഇതോടെ ഇരു കുടുംബങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. തുടർന്ന് വധുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. ശേഷം നടന്ന ചർച്ചയിൽ വരന്റെ വീട്ടുകാർ വിവാഹത്തിന് സന്നദ്ധത അറിയിച്ചു. എന്നാൽ ഇത്തരത്തിലൊരു തർക്കം നടന്നതിനാൽ വിവാഹത്തിന് താൽപര്യമില്ലെന്ന് യുവതി തന്നെ നിലപാടെടുക്കുകയായിരുന്നു. വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതായി പോലീസിനെ എഴുതി അറിയിക്കുകയും ചെയ്തു. വരന്റെ വീട്ടുകാർ കല്യാണ ചിലവിനായി പണവും ആഭരണങ്ങളും വാങ്ങിയിരുന്നതായും യുവതിയുടെ കുടുംബം ആരോപിച്ചു. 50,000 രൂപയും 4.5 പവന്റെ മാലയും വാങ്ങിയതായാണ് ഇവർ പറയുന്നത്. ഇവയും നിശ്ചയത്തിനും കല്യാണ ഒരുക്കങ്ങൾക്കും മറ്റും ചിലവായ തുകയും അടക്കം മടക്കിക്കിട്ടാൻ നിയമ നടപടി സ്വീകരിക്കാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. കോട്ടയം കറുകച്ചാലിലെ നീതുവിന്റെ ജീവിതം തകർത്തത് ഭർത്താവിന്റെ സുഹൃത്തുമായുള്ള വഴിവിട്ട ബന്ധമാണ്. അതിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ വിവാഹമോചനത്തിലെത്തി. പതിയെയാണ് നീതു സുഹൃത്ത് അൻഷാദിന്റെ സ്വഭാവദൂഷ്യങ്ങൾ മനസ്സിലാക്കിയത്. ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതോടെ കൊലപാതകം. അൻഷാദിന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തതാണ് പകയ്ക്ക് കാരണമായതെന്ന് പോലീസ് പറയുന്നു. കൊല്ലുമെന്ന് അയാൾ പലതവണ ഭീഷണിപ്പെടുത്തിയതാണ്. ഒടുവിൽ റെന്റിനെടുത്ത ഇന്നോവ കാറടിപ്പിച്ച് നീതുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന റെന്റ് കാർ സംവിധാനം വീണ്ടും ചർച്ചയാകുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് 8 പേർ കൈമറിഞ്ഞ് മണിമലയിലെത്തിയ കാറാണ് കൊലപ്പെടുത്താനായി അൻഷാദ് വാടകയ്ക്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെ വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടിയിൽ വെച്ചാണ് കൂത്രപ്പള്ളി സ്വദേശിനി നീതുവിനെ സുഹൃത്ത് അൻഷാദ് കാർ ഇടിപ്പിച്ചു കൊന്നത്. സുഹൃത്തായിരുന്ന അൻഷാദുമായി പിണങ്ങിയതോടെ നീതു ഇയാളെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. 3 മാസം മുൻപ് നീതുവിന്റെ വാടക വീട്ടിലെത്തിയ അൻഷാദ് ബഹളമുണ്ടാക്കുകയും കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് നീതു കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയിൽ ഇനി പ്രശ്നമുണ്ടാക്കില്ലെന്ന് അൻഷാദ് ഉറപ്പും നൽകി. എന്നാൽ പിന്നീടും പലതവണ അൻഷാദ് കറുകച്ചാലിൽ എത്തിയിരുന്നു. ശല്യം രൂക്ഷമായതോടെ അച്ഛൻ രാധാകൃഷ്ണൻ നായർ സ്കൂട്ടറിലാണ് നീതുവിനെ കറുകച്ചാൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടിരുന്നത്. നീതു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയം മനസ്സിലാക്കിയ അൻഷാദ് കൊലപ്പെടുത്താൻ തന്നെയാണ് വാടകയ്ക്കെടുത്ത കാറുമായി എത്തിയതെന്ന് പോലീസ് പറയുന്നു. സഹായി ഇജാസിന് സംഭവങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നും പോലീസ്. ആദ്യം അപകട മരണമെന്നാണ് പോലീസും നാട്ടുകാരും സംശയിച്ചത്. എന്നാൽ ഇടിച്ച വാഹനം കണ്ടെത്താനായി പോലീസ് നടത്തിയ തെരച്ചിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവ സ്ഥലത്തിന് സമീപം വെള്ള നിറത്തിലുള്ള ഇന്നോവ കാർ തിരിക്കുന്നത് ഒരു പ്രദേശവാസി കണ്ടിരുന്നു. ഇയാളുടെ മൊഴിയും സംശയത്തിനിടയാക്കി. ഇതാണ് അന്വേഷണത്തിൽ നിർണായകമായത്. നീതുവിനെ ഇടിച്ച വാഹനം തേടിയുള്ള തെരച്ചിലാണ് പ്രതികൾ കുടുങ്ങിയത്. സംഭവശേഷം വെട്ടിക്കാവുങ്കലിൽ നിന്ന് മല്ലപ്പള്ളി റോഡിലൂടെ കടന്നുപോയ കാർ മുക്കടയിൽ ഉപേക്ഷിച്ച ശേഷം അൻഷാദും സുഹൃത്ത് ഇജാസും ഓട്ടോയിലാണ് കാഞ്ഞിരപ്പള്ളിയിലെത്തിയത്. സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ വെള്ള നിറത്തിലൂടെ ഇന്നോവ കാർ കണ്ടെത്താനായി. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയ നിലയിലായിരുന്നു. ഇതോടെ പോലീസ് സംഭവ സ്ഥലത്തിന് സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു. ഇതിൽ നിന്ന് KL 52S 3224 എന്ന നമ്പർ കണ്ടെത്തി. നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിനിയുടെ പേരിലുള്ളതാണ് കാർ എന്ന് തിരിച്ചറിഞ്ഞു. വാടകയ്ക്കെടുത്ത കാർ പൊൻകുന്നം സ്വദേശിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നാണ് അൻഷാദ് കഴിഞ്ഞ ദിവസം കാർ വാടകയ്ക്കെടുത്തത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് 8 പേരെ കറുകച്ചാൽ പോലീസ് ചോദ്യം ചെയ്തതായി സൂചനയുണ്ട്. 8-ലധികം ആളുകളിൽ നിന്ന് കൈമറിഞ്ഞാണ് വാഹനം പ്രതികൾക്ക് ലഭിച്ചത്. വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തിയാൽ RC ഉടമയും പ്രതിയാകും.
നീതുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ റെന്റ് എ കാർ സംവിധാനവും വീണ്ടും ചർച്ചയാവുകയാണ്. ലൈസൻസ് പോലുമില്ലാതെ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നുണ്ട്. ഇത്തരം വാഹനങ്ങൾ കുറ്റകൃത്യങ്ങൾക്കായി ആസൂത്രിതമായി ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കോട്ടയം. ബാറിലും ഹോട്ടലിലും ഒക്കെ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ വഴക്കും സംഘർഷവും ഉണ്ടാക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ളവരിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ. മലപ്പുറം വളാഞ്ചേരിയിൽ പട്ടാപ്പകൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടായ തർക്കത്തിന്റെ പേരിലാണ്. വളാഞ്ചേരി സ്വദേശി ഷാഹുലിനെ ആക്രമിച്ച കേസിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. കരേക്കാട് സ്വദേശി മുഫ്ലിഹിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വളാഞ്ചേരി ജംഗ്ഷനിലെ ബിരിയാണി സെന്ററിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ തർക്കമാണ് കത്തികുത്തിൽ കലാശിച്ചത്. ബിരിയാണി സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷമാണ് കത്തികുത്ത് നടന്നത്. തുടർന്ന് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. കത്തിയെടുത്ത് വീശുന്നതിനിടെ തടുക്കാൻ ശ്രമിച്ച ഷാഹുൽ ഹമീദിന്റെ കൈക്ക് പരിക്കേറ്റിരുന്നു. ഷാഹുലിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കരേക്കാട് സ്വദേശി മുഫ്ലിഹിനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഒരു പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രതി ഒളിവിലാണ്. SI ജോബ് സന്തോഷ്, SCPO പ്രമോദ്, CPOമാരായ റഷീദ്, ഷഫീഖ്, ഗിരീഷ്, വിജയനന്ദു എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. വിവാഹ വീടുകളിൽ മോഷണം നടന്നാൽ സ്വാഭാവികമായും ബന്ധുക്കളെയോ വീടുമായി അടുപ്പമുള്ളവരെയാകും സംശയിക്കുക. കഴിഞ്ഞ ദിവസം കണ്ണൂർ കരിവെള്ളൂരിൽ നവവധുവിന്റെ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലും പോലീസിന്റെ അന്വേഷണം എത്തിയത് ബന്ധുവായ യുവതിയിലേക്കാണ്. കരിവെള്ളൂരിലെ കവർച്ചയിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതി പിടിയിലായിരിക്കുന്നു. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി ബിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാണാതായ സ്വർണം കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ മാസം 1-ാം തീയതിയായിരുന്നു കരിവള്ളൂർ പലിയേരിയിലെ AK അർജുന്റെയും ആർച്ചയുടെയും വിവാഹം കഴിഞ്ഞ് 2-ാം നാൾ ആഭരണപ്പെട്ട് തുറന്നു നോക്കിയപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായതായി അറിഞ്ഞത്. അലമാരയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന വരന്റെ അമ്മ സംഭവമറിഞ്ഞ് തൽക്ഷണം ബോധരഹിതയായി. വിവാഹം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നതിനാൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വീട്ടിലെത്തിയിരുന്നത്. ഫോറൻസിക് വിദഗ്ധർക്ക് അലമാരയിൽ നിന്നും ആഭരണപ്പെട്ടികളിൽ നിന്നുമായി ലഭിച്ചത് 7ഓളം വിരലടയാളങ്ങൾ മാത്രമായിരുന്നു. വരനെയും വധുവിനെയും അച്ഛനെയും അമ്മയെയും വരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ സ്വർണ്ണാഭരണ മോഷണത്തിനാണ് 7-ാം നാൾ പോലീസ് കൃത്യമായ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. കല്യാണ ദിവസമായ മെയ് 1 രാത്രി 7 മണിയോടെ തന്നെ മോഷണം നടത്തി സ്വന്തം വീട്ടിലേക്ക് പോയി എന്നാണ് പ്രതി വിപിനിയുടെ മൊഴി. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വധുവിനെ സ്വീകരിക്കാനും ആഭരണങ്ങൾ ഊരിയെടുത്ത് പെട്ടിയിൽ വയ്ക്കാനുമെല്ലാം വിപിനിയും സഹായത്തിനുണ്ടായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കണ്ട് ഭ്രമം തോന്നിയതിനാലാണ് മോഷണമെന്നാണ് യുവതിയുടെ മൊഴി. പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് ചൊവ്വാഴ്ച രാത്രി സ്വർണം വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയത്. ഇതിന് യുവതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്.
ന്യൂസ് 18 പയ്യന്നൂർ. മനുഷ്യൻ അന്തി ഉറങ്ങാൻ വെറും 6 അടി മണ്ണ് മതി അല്ലേ? എന്നാൽ ആ 6 അടി മണ്ണിന്റെ പേരിൽ പോലും തർക്കം ഉണ്ടാകുന്നത് മൃതശരീരത്തോടുള്ള അനാദരവാണ്. ഇടുക്കിയിൽ ഒരാളുടെ മൃതദേഹം ശ്മശാനത്തിൽ അതിക്രമിച്ചു കയറി സംസ്കരിച്ചതാണ് പുതിയ പരാതി. ഇടുക്കി പഴയവിടുതിയിൽ അവശ ക്രൈസ്തവ സംരക്ഷണ സമിതിയുടെ അധീനതയിലുള്ള ശ്മശാനത്തിലാണ് സംഭവം. മറ്റൊരു സംഘടനയിൽപ്പെട്ട ചില വ്യക്തികൾ അവരുടെ പുരോഹിതന്മാരുമായി ചേർന്ന് ശ്മശാനത്തിൻ്റെ പൂട്ട് തകർത്ത ശേഷം അകത്തുകയറി ശവസംസ്കാരം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു. സംഭവം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഭാഗമെന്നാണ് വിവരം. 1952 മുതൽ പട്ടികജാതിയിൽ നിന്നും മതപരിവർത്തനം നടത്തി ക്രിസ്തുമതം സ്വീകരിച്ചു വരുന്നവർ മാത്രമായി ഉപയോഗിച്ചു വരുന്നതാണ് ഈ ശ്മശാനം. രാജാക്കാട് പഞ്ചായത്തിലെ പഴയ വിടുതിക്കരയിൽ സർവേ 180/41 75 സെന്റ് സ്ഥലമാണിത്. മെയ് 6 ശ്മശാനത്തിന്റെ പൂട്ട് തകർത്ത ശേഷം അകത്തു കടന്ന് മറ്റൊരാളുടെ ശവസംസ്കാരം നടത്തിയതായാണ് ഈ ശ്മശാനത്തിന്റെ ഉടമസ്ഥതയുണ്ടെന്ന് പറയുന്നവർ പരാതിപ്പെട്ടിരിക്കുന്നത്. സേനാപതിയിലെ പുരോഹിതന്മാരായ ഫാദർ ബാബു ജേക്കബ്, ഫാദർ ജോർജു ജേക്കബ് എന്നിവരുടെ സഹായത്തോടെയായിരുന്നു ഇതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. രാജാക്കാടുള്ള സേനാപതിയിലുള്ള ഫാദർ ബാബു ജേക്കബ് വെട്ടിക്കാട്ടിലും സഹോദരൻ റവറൻ ഫാദർ ജോർജ് ജേക്കബ് വെട്ടിക്കാട്ടിലും ചില ആളുകളും ഈ ഭൂമിയിൽ അനധികൃതമായി പ്രവേശിക്കുകയും ഗേറ്റ് സമിതി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് അറുത്തുമുറിച്ച് ഗേറ്റ് തള്ളി തുറന്ന് അതിനുള്ളിൽ പ്രവേശിച്ച് അനധികൃതമായി അവിടെ ബോഡി മറവ് ചെയ്തിട്ടുള്ളതാണ്. നിയമവിരുദ്ധമായി ഇങ്ങനെ പ്രവർത്തിച്ചവർ മനഃപൂർവ്വം സമുദായ ഐക്യം തകർക്കാനും ചേരിതിരിവ് സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചതെന്നാണ് ആരോപണം. ഇവരുടെ പേരിൽ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അവശ ക്രൈസ്തവ സംരക്ഷണ സമിതി രാജാക്കാട് പോലീസിൽ പരാതി നൽകി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും തങ്ങൾക്കും ഇവിടെ സംസ്കാരം നടത്താൻ അവകാശമുണ്ടെന്നുമാണ് മറുപക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് 18 ഇടുക്കി. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ട്രെയിൻ മാർഗം ലഹരി വസ്തുക്കൾ കേരളത്തിലെത്തിക്കുന്ന വലിയ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പെരുമ്പാവൂരിലെത്തിക്കുന്ന ലഹരി ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതാണ് രീതി. കോഴിക്കോട് കൊടുവള്ളിയിൽ 10 ലക്ഷം രൂപയിലധികം വില വരുന്ന ഹെറോയിനുമായി പിടിയിലായ യുവാവിൽ നിന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. കേസിൽ അസം സ്വദേശിയെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ MDMAയുമായി 2 യുവാക്കളും പിടിയിലായിട്ടുണ്ട്. മാരക ലഹരി മരുന്നായ 12 ഗ്രാം ഹെറോയിനുമായി അസം നവഗാൻ സ്വദേശി നസീം അഹമ്മദിനെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. കൊടുവള്ളി ഇൻസ്പെക്ടർ KP അഭിലാഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ വാവാടുള്ള FCI ഗോഡൌണിന് സമീപത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നേപ്പാൾ അതിർത്തിയിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവന്നതെന്ന് സമ്മതിച്ചു. കേരളത്തിലേക്ക് വൻതോതിൽ ഹെറോയിൻ കടത്തുന്ന സംഘം എറണാകുളം പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായും പിടിയിലായയാൾ അതിലെ കണ്ണിയാണെന്നും പോലീസ് വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ 10 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി മരുന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നും MDMAയുമായി 2 യുവാക്കളെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ സ്വദേശികളായ ജാബിർ അബ്ദുൽ ഖാദർ, മുഷിഫിക് എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ P പ്രശാന്ത് സംഘവും പിടികൂടിയത്. ഇവരിൽ നിന്ന് 2.5 ഗ്രാം MDMAയാണ് കണ്ടെടുത്തത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് 50,000 രൂപ വില വരുന്ന MDMA പിടികൂടിയത്. ബസ് യാത്രക്കാരനായിരുന്ന കണ്ണൂർ സ്വദേശി മുഹമ്മദ് ഹാഫിസിൽ നിന്നാണ് 13.5 ഗ്രാം മെത്താഫിറ്റാമിൻ കണ്ടെത്തിയത്. ഇയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തുടർച്ചയായ 4ാം ദിവസമാണ് വാളയാറിൽ ലഹരി മരുന്ന് പിടിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എത്ര ശമ്പളം കിട്ടിയാലും ആർത്തി തീരാത്ത ചില സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഇവർ വലിയ നാണക്കേടാണ്. പാലക്കാട് കൈക്കൂലി വാങ്ങുന്നതിനിടെ 3 പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടി. ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ സാലുദ്ദീൻ, ജൂനിയർ സൂപ്രണ്ട് രമണി,
ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശശിധരൻ എന്നിവരാണ് പിടിയിലായത്. ബില്ല് മാറുന്നതിനായി കരാറുകാരിൽ നിന്നും വാങ്ങിയ 2000 രൂപ വീതം ഉദ്യോഗസ്ഥരിൽ നിന്നും പിടിച്ചെടുത്തു. കരാറുകാരിൽ നിന്നും ബില്ല് മാറുന്നതിനായി കൈക്കൂലി വാങ്ങുന്നതിനിടെ വനിതാ ജൂനിയർ സൂപ്രണ്ട് ഉൾപ്പെടെ 3 പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെയാണ് വിജിലൻസ് പിടികൂടിയത്. പാലക്കാട് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ജൂനിയർ സൂപ്രണ്ട് സി രമണി, ഡിവിഷണൽ അക്കൌണ്ട്സ് ഓഫീസർ ജെ സാലുദ്ദീൻ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശശിധരൻ എന്നിവരാണ് പിടിയിലായത്. ബില്ല് മാറുന്നതിനായി മൂവരും കരാറുകാരനിൽ നിന്നും 2000 രൂപ വീതം കൈക്കൂലി വാങ്ങുകയായിരുന്നു. ഈ പണം പ്രതികളിൽ നിന്നും കണ്ടെത്തി. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി എസ് ഷംസുദ്ദീന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. 3 പേരും പതിവായി കൈമടക്ക് വാങ്ങുന്നതായി വിജിലൻസിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. പാലക്കാട് സ്വദേശിയായ കരാറുകാരനും അടുത്തിടെ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകി. തുടർന്ന് വിജിലൻസ് നൽകിയ ഫിനോഫ്തലിൻ പുരട്ടിയ പണം കരാറുകാരനിൽ നിന്ന് വാങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥർ പിടിയിലായത്. ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലും വിജിലൻസ് പരിശോധന നടത്തി. ന്യൂസ് 18 പാലക്കാട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലേ? എന്നാൽ ആർക്കും പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്ന സമയമില്ല. സാമ്പത്തിക ബാധ്യത, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള തർക്കം, ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ, അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലുള്ള പ്രതിസന്ധികളാണ്. സ്വയം ഒന്ന് ചിന്തിച്ചേ. മനുഷ്യൻ്റെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് അവൻ്റെ തന്നെ ചെയ്തികളിലെ കാരണം. മറ്റുള്ളവരോടുള്ള വെറുപ്പും പ്രതികാര ചിന്തയും, പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനയും, അത്യാഗ്രഹവും, പണത്തോടുള്ള ആർത്തിയും, ആഡംബര ജീവിതവുമൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത്. എപ്പോഴും തിന്മയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ നല്ലത് മാത്രം ചിന്തിക്കൂ, നന്നായി ജീവിക്കൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.